Welcome to another video, and it is about valence bond theory, that is the types of overlapping and nature of bonds. Valence bond theory uses the concept of orbital overlapping. And according to this orbital overlap concept, a covalent bond is formed when half-filled valence atomic orbital of one atom combines with the half-filled valence orbital of another atom. നമുക്കറിയാം atomic orbitals അത് കമ്പൈൻ ചെയ്തിട്ടാണ് ഓവർലാപ്പിംഗ് നടക്കുന്നത്. ഓവർലാപ്പിംഗ് നടന്നിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഒരു അറ്റോമിക് ഓർബിറ്റൽ മറ്റ് ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള വേറൊരു അറ്റോമിക് ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഓവർലാപ്പിംഗ്, എങ്ങനെയാണ് ഓവർലാപ്പ് ചെയ്യുന്നത് എന്നനുസരിച്ച് atomic orbitals, depending upon the type of overlapping of atomic orbitals, there are two types of bonding that are sigma bond. It can be represented by this letter sigma, and pi bond, pi. Okay, so depending upon the overlapping of atomic orbitals, there are two types of bond, sigma bond and pi bond. So first we can check what is meant by sigma bond. Sigma bond is formed by head-on overlap of atomic orbitals along internuclear axis. Internuclear axisലൂടെ, അതായത് രണ്ട് അറ്റോമിക് ഓർബിറ്റൽ ഹെഡ് ടു ഹെഡ് ഓവർലാപ്പ് നടക്കുമ്പോഴാണ് സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത്. സോ സിൻസ് ഇറ്റ് ഈസ് along the axis, it is also termed as axial or end-to-end overlapping. And through this axial overlapping there occurs extensive overlap. അതായത് നല്ല എഫക്റ്റീവ് ഓവർലാപ്പിംഗ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ the sigma bonds are very strong. Sigma bonds are strong. And also the sigma electron cloud is symmetrical about the internuclear axis. ഇവിടെയാണ് internuclear axis എങ്കിൽ ഉണ്ടായ ഇലക്ട്രോൺ ക്ലൗഡ് സിമെട്രിക്കൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. The sigma electron cloud is symmetrical about the internuclear axis. And depending upon the types of atomic orbitals that are combining, there are different types of sigma bonds like SS overlapping, SP overlapping, PP overlapping, etc. So first we can check what is meant by SS overlap. SS means it involves overlap of half-filled s orbital of two atoms along the internucleus axis. രണ്ട് ആറ്റം അവരുടെ എസ് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് SS ഓവർലാപ്പ് എന്ന് പറയാം. ഇറ്റ് ഇൻവോൾവ്സ് ഓവർലാപ്പ് ഓഫ് ഹാഫ് ഫിൽഡ് എസ് ഓർബിറ്റൽ ഓഫ് ടു ആറ്റംസ്. ഫോർ എക്സാമ്പിൾ ദ ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ. ഇവിടെ നോക്കൂ, ഹൈഡ്രജൻ അതിൻ്റെ ന്യൂക്ലിയസ് ആണ്, ഇവിടെ അതിൻ്റെ 1s ഓർബിറ്റൽ ഉണ്ട് അല്ലേ. അടുത്ത ഹൈഡ്രജൻ ആറ്റം അതിൻ്റെ 1s ഓർബിറ്റൽ. അപ്പോൾ ഈ രണ്ട് 1s ഓർബിറ്റലും ഹെഡ്, നമ്മൾ ഇതിനെയാണ് നമ്മൾ Z ആക്സിസിനെയാണ് നമ്മൾ ഇൻ്റർന്യൂക്ലിയർ ആക്സിസ് ആയിട്ട് എടുക്കുന്നത്. ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗ്, ഇതാണ് ഓവർലാപ്പിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന റീജിയൻ. സോ ഹിയർ ദ ഇലക്ട്രോൺ ഡെൻസിറ്റി, ദിസ് റെപ്രസെൻറ്റ്സ് ദ ഇലക്ട്രോൺ ഡെൻസിറ്റി ആൻഡ് ദാറ്റ് ഈസ് സിമെട്രിക്കൽ അബൌട്ട് ദ internuclear axis. So ഇതിനെ നമുക്കൊരു സിഗ്മ ബോണ്ട് ഫോം ചെയ്തു എന്ന് പറയാം. സോ ദിസ് ആൻ എക്സാമ്പിൾ ഫോർ SS ഓവർലാപ്പ്. രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് ഹൈഡ്രജൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നത്, ദാറ്റ് ഈസ് ത്രൂ SS ഓവർലാപ്പ്. So next we can check what is meant by SP overlap. It involves overlap of half-filled s orbital of one atom with the half-filled p orbital of another atom along internuclear axis. അപ്പോൾ ഇവിടെ ഒരു എസ് ഓർബിറ്റലും ഒരു പി ഓർബിറ്റലും രണ്ടും ഹാഫ് ഫിൽഡ് ആണ്. അങ്ങനെ ഓവർലാപ്പിംഗ് നടക്കുകയാണെങ്കിൽ നമുക്കതിനെ SP ഓവർലാപ്പ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് HF. നമുക്കറിയാം ഹൈഡ്രജൻ്റെ വാലൻസ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ 1s ഓർബിറ്റലാണ് അല്ലേ. ഫ്ലൂറിൻ്റെ വാലൻസ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ 2p ഓർബിറ്റലാണ്. എലോങ് ദ ആക്സിസ് ആയതുകൊണ്ട് നമ്മളിവിടെ 2pz ആണ് എടുത്തിരിക്കുന്നത്. 2pz ഇങ്ങനെയാണല്ലോ നിൽക്കുക. സോ ഇവിടെ എസ്സും 2pzഉം തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. സോ ഇതാണ് ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന റീജിയൻ. ഇവിടെയാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി, ആൻഡ് ദാറ്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഈസ് സിമെട്രിക്കൽ ആൻഡ് ഇറ്റ് ഈസ് ടേംഡ് ആസ് SP ഓവർലാപ്പിംഗ്. സെയിം ഓവർലാപ്പിംഗ് തന്നെയാണ് നമ്മളുടെ HCl മോളിക്യൂള്, പക്ഷേ അവിടെ എസ്സും 3pയുമാണ്. അതുപോലെ തന്നെയാണ് HBrൽ. അപ്പോൾ എസ്സും 1sഉം 4p വരും. HIയിൽ 1sഉം 5pയും വരും. ഓക്കെ, അപ്പോൾ 2p ഓർബിറ്റൽ അത് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് എക്സാമ്പിൾസ് ഫോർ SP ഓവർലാപ്പിംഗ്. ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി നമ്മളെ ന്യൂക്ലിയർ ആക്സിസിന് സിമെട്രിക് ആയിട്ട് നിൽക്കുന്നു. സോ നെക്സ്റ്റ് വി ക്യാൻ ചെക്ക്
PP overlapping. Okay, so PP overlap means it involves overlap of half-filled p orbitals of two atoms. രണ്ട് ആറ്റംസ് അതിൻ്റെ ബാലൻസ് ഓർബിറ്റൽ ആയിട്ടുള്ള p ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുന്നതിനെ നമ്മൾ PP ഓവർലാപ്പ് എന്ന് പറയുന്നത്. ഇവിടെയും ഹെഡ് ടു ഹെഡ്, ഇതൊരു ഹെഡ് ടു ഹെഡ് അല്ലെങ്കിൽ ആക്സിയൽ ഓവർലാപ്പാണ്. ഫോർ എക്സാമ്പിൾ ഫോർമേഷൻ ഓഫ് ക്ലോറിൻ മോളിക്യൂൾ. നോക്കൂ, ഇത് ക്ലോറിൻ ആറ്റമാണ്, അതിൻ്റെ വാലൻസ് ഓർബിറ്റൽ എന്ന് പറയുന്നത് 3pz ആണ്. അതുപോലെ അടുത്തൊരു ക്ലോറിൻ ആറ്റം, ഇറ്റ്സ് വാലൻസ് ഓർബിറ്റൽ ഈസ് 3pz. അപ്പോൾ ഇൻ്റർന്യൂക്ലിയർ ആക്സിസ് അലോങ് ദ ആക്സിസ് ഇത് തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഇംപ്ലൈസ് ദ ഇലക്ട്രോൺ ഡെൻസിറ്റി, ദാറ്റ് ഈസ് PP ഓവർലാപ്പിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇങ്ങനെ സിമെട്രിക്കലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ദ സെയിം കേസ് ഈസ് വിത്ത് ഫ്ലൂറിൻ മോളിക്യൂൾ. അപ്പോൾ ഇവിടെ 2p ആയിരിക്കും. സെയിം വിത്ത് ബ്രോമിൻ മോളിക്യൂൾ, ദാറ്റ് ഈസ് 4p അയഡിൻ മോളിക്യൂൾ, അതെല്ലാം PP ഓവർലാപ്പാണ്. സോ സിംപ്ലി സിഗ്മ ബോണ്ട് മീൻസ് ഓവർലാപ്പിംഗ് ത്രൂ ഹെഡ് ഓൺ ഹെഡ് ഓവർലാപ്പ്. ഹെഡ് ടു ഹെഡ് ഓവർലാപ്പ് along the internucleus axis is termed as sigma bond. That may be SS, SP, PP, such bonding. Okay. Next is pi bond. It can be represented by the letter pi. Okay, so pi bond, that is the bond formed by the sideways overlapping or lateral overlapping of atomic orbitals is called a pi bond. Pi bond is formed by the sideways overlapping or lateral overlapping. So for the formation of pi bonding, the atomic orbitals generally overlap in such a way that their axes remain parallel to each other and perpendicular to internuclear axis. ആ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്താൽ മാത്രമേ അവിടെ ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ലാറ്ററൽ ഓവർലാപ്പിങ്ങിന് പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ ഒരു p ഓർബിറ്റൽ ആണെങ്കിൽ അത് രണ്ട് ആറ്റത്തിൻ്റെയും p ഓർബിറ്റൽസ് പാരലലായിട്ട് ഓറിയൻറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ഇൻ്റർന്യൂക്ലിയർ ആക്സിസ് ആയിരിക്കണം. ഇനി അങ്ങനെ ഒരു ബോണ്ടിങ് നടന്നു കഴിഞ്ഞാലാണ് പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്. ബോണ്ട് ഫോം ചെയ്യുക പറഞ്ഞു വെച്ചാൽ അവിടെ ഒരു ഇലക്ട്രോൺ ക്ലൗഡ് വരികയാണ് അല്ലേ. ഇലക്ട്രോൺ പെയറിങ് നടന്ന് ഇലക്ട്രോൺ ക്ലൗഡാണ് ഫോം ചെയ്യുന്നത്. നമ്മൾ സിഗ്മ ബോണ്ടിൽ പഠിച്ചു, ഉണ്ടാവുന്ന ഇലക്ട്രോൺ ക്ലൗഡ് ഇങ്ങനെ സിമെട്രിക്കൽ അറൗണ്ട് ദ ന്യൂക്ലിയസ് ആണ്. രണ്ട് ന്യൂക്ലിയസിനും in between symmetrical ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പൈ ബോണ്ടിങ് വി ക്യാൻ സീ ടു സോസർ ടൈപ്പ് ചാർജ് ക്ലൗഡ്സ് എബോവ് ആൻഡ് ബിലോ ദ പ്ലെയിൻ. നമ്മളുടെ ഇൻ്റർന്യൂക്ലിയർ ആക്സിസിന് മുകളിലും താഴെയായിട്ടാണ് ഇലക്ട്രോൺ ക്ലൗഡ് വരുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ദർ ഈസ് നോ എക്സ്റ്റെൻസീവ് ഓവർലാപ്പിംഗ്. നമ്മളുടെ സിഗ്മ ബോണ്ട് പോലെ ഒരു എഫക്റ്റീവ് ഓവർലാപ്പിംഗ് അല്ല ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പൈ ബോണ്ട് ഈസ് എ വീക്ക് ബോണ്ട്. പൈ ബോണ്ട് സിഗ്മയേക്കാൾ വീക്കാണ്. Now this is the representation p orbital of one atom and it is combining with the p orbital of another atom. അപ്പോൾ നോക്കി ഇവരിങ്ങനെ അടുത്ത് വരികയാണ്. ഹിയർ ഇവരുടെ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ് അല്ലെ. ഫോർ എക്സാമ്പിൾ PY ആണ് വിചാരിച്ചോളൂ. അപ്പോൾ ഇതാണ് ആക്സിസ്, PY എന്നുള്ള ആക്സിസ്. രണ്ടിൻ്റെയും ആക്സിസ് പാരലൽ ആണ്. ആൻഡ് ദിസ് ഈസ് ദ ഇൻ്റർന്യൂക്ലിയർ ആക്സിസ്. ഇൻ്റർന്യൂക്ലിയർ ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ സെഡ് ആക്സിസ് ആണ്. സോ ദേ ആർ പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ്, പാരലൽ ടു ഈച്ച് അതർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദി ഇൻ്റർന്യൂക്ലിയർ ആക്സിസ്. സോ അവർ ഓവർലാപ്പ് ചെയ്യുന്നു. നോക്കൂ, ഇങ്ങനെ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ആണ്. ഇത് രണ്ടും ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യും, ഈ രണ്ട് ലോബും ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യും. സോ ഇതാണ് സൈഡ് വൈസ് ഓവർലാപ്പിംഗ്. ഇങ്ങനെ ഓവർലാപ്പിംഗ് നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇലക്ട്രോൺ ക്ലൗഡ് ഈ നമ്മളുടെ ഈ ആക്സിസ്, ഈ ഒരു പ്ലെയിൻ ആക്സിസ് കിടക്കുന്ന പ്ലെയിനിന് എബോവ് ആൻഡ് ബിലോ ആയിട്ട് ഓറിയൻറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ഒരു ചാർജ് ക്ലൗഡ് ഉണ്ടായിരിക്കും, താഴെയും ഒരു ചാർജ്ഡ് ക്ലൗഡ് ഉണ്ടായിരിക്കും. നമ്മൾ ബെൻസീൻ റിംഗ് ഒക്കെ പഠിച്ചിട്ടില്ലേ മക്കളെ? ബെൻസീൻ റിങ്ങിൽ ഓൾട്ടർനേറ്റ് ഡബിൾ ബോൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആക്ച്വലി ബെൻസീൻ റിങ്ങിനെ നമുക്ക് ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ മുകളിൽ ഒരു ഇലക്ട്രോൺ ക്ലൗഡ്, താഴെ ഒരു ഇലക്ട്രോൺ ക്ലൗഡ് കാണും, ഈ പൈ ഇലക്ട്രോൺസ് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ പൈ ബോണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇലക്ട്രോൺ ഒരു സോസർ ടൈപ്പ് ഇലക്ട്രോൺ ക്ലൗഡ് മുകളിലും താഴെയായിട്ടാണ് കിടക്കുന്നത്. സിഗ്മയാണെങ്കിൽ നേരെ നമ്മളെ ആക്സിസ് ആ പ്ലെയിനിൽ തന്നെയാണ് കിടക്കുന്നത്, സിമെട്രിക്കലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പൈ ബോണ്ട്. ദാറ്റ് ഈസ് പൈ ബോണ്ട് ഈസ് ഫോംഡ് ബൈ ദി lateral or sideways overlapping ആയിരിക്കും. ആൻഡ് ഹിയർ
During the overlapping, their axes are parallel to each other and perpendicular to the internuclear axis. And after the overlapping, a saucer type electron cloud will form that will lie that is above and below the internuclear axis. That's pi bond. Then ഇവിടെ നോക്കൂ ഒരു effective overlapping വരുന്നില്ല അല്ലേ. So the pi bond is a weak bond. And usually pi bonding നടക്കണമെങ്കിൽ രണ്ട് ആറ്റത്തിൻ്റെ ഇടയിൽ ഒരു സിഗ്മ ബോണ്ട് നടക്കണം. സിഗ്മ ബോണ്ടിങ് ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പൈ ബോണ്ടിങ് നടക്കുള്ളൂ. സോ ഒരു സിഗ്മ ബോണ്ടുള്ള സിസ്റ്റത്തിലാണ് പിന്നെ അവൈലബിൾ ഓർബിറ്റൽസ് ഒക്കെ ഉണ്ടെങ്കിൽ പൈ ബോണ്ടിങ്ങിന് പോസിബിലിറ്റി ഉള്ളൂ. Okay, so we learn about sigma bond and pi bond. Now we can check what are the major differences between sigma and pi bonds. So first we can check sigma bond that is formed by head-on overlap of atomic orbitals. Sigma bond is formed by head-on overlapping of atomic orbitals. But pi bonds are formed by sideways overlapping of atomic orbital. Next difference. Due to extensive overlapping, sigma bond is very strong. നമുക്കറിയാം ഇവിടെ നല്ല effective overlapping ആണ് വരുന്നത് അല്ലേ. So sigma bond is very strong. Here no extensive overlapping, so pi bond is weak. ഇവിടെ അത്ര സൈഡ് വൈസ് ആയതുകൊണ്ട് തന്നെ ഒരു effective overlapping വരുന്നില്ല. So no extensive overlapping, pi bond is weak. Sigma bondനേക്കാൾ weak ആയിരിക്കും pi bond. Then sigma MOs are symmetrical about internuclear axis. Atomic orbitals combine ചെയ്ത പുതിയ sigma molecular orbitals ഉണ്ടാവും അല്ലേ. And it is symmetrical about the internuclear axis. Internuclear axisന് symmetric ആയിട്ടായിരിക്കും പുതിയ ഓർബിറ്റൽ നിൽക്കുന്നുണ്ടായിരിക്കുക. In pi bond, that is the pi molecular orbitals are unsymmetrical about the internuclear axis. Then in the case of sigma bond, there is only one electron cloud. Or ഒറ്റ electron cloud ഉണ്ടാവുന്നുള്ളൂ അല്ലേ. അതിങ്ങനെ സിമെട്രിക് ആയിട്ടാണ് കിടക്കുന്നത് ഇലക്ട്രോൺ ക്ലൗഡ്. But in the case of pi bond, there is two electron cloud. രണ്ട് ഇലക്ട്രോൺ ക്ലൗഡ് നിൽക്കുന്നുണ്ട് and that is above and below the internuclear axis. So ഇവിടെ one electron cloud is there and is symmetric about the internuclear axis. Here we can see the formation of two electron clouds. അതായത് രണ്ട് ലോബുകളാണല്ലോ കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ മുകളിലെ ലോബുകൾ കമ്പൈൻ ചെയ്ത് അവിടെ ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ടായിരിക്കും, താഴെ ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ടായിരിക്കും. So there are two electron clouds, so the electron clouds are located above and below the plane. Then here free rotation is possible. നോക്കൂ ഇവിടെ സിമെട്രിക് ആണ് അല്ലേ. ഇലക്ട്രോൺ ക്ലൗഡ് ഇങ്ങനെ അതായത് ഇപ്പോൾ നമ്മൾ ഇതൊരു ബോണ്ട് ആണെങ്കിൽ ഇപ്പോൾ ഇതാണ് നമ്മളിങ്ങനെ ഇലക്ട്രോൺ ക്ലൗഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വിചാരിക്കും, ഈ ഒരു റെഡ് വൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബോണ്ടിനെ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇലക്ട്രോൺ ക്ലൗഡ് എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം, കാരണം ഇത് സിമെട്രിക് ആണ് അല്ലേ. ബട്ട് ഇൻ ദ കേസ് ഓഫ് പൈ ഇലക്ട്രോൺസ് ഇവിടെ മുകളിലും ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ട്, താഴെയുണ്ട്. അപ്പോൾ ഫ്രീ റൊട്ടേഷൻ ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ നമുക്കറിയാം ഒരു ബോണ്ട് വരുന്നുണ്ടെങ്കിൽ സിഗ്മ ബോണ്ട് ആണെങ്കിൽ നമുക്കതിനെ ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം. പക്ഷേ പൈ ബോണ്ട് വരുമ്പോൾ ഒരിക്കലും ഫ്രീ റൊട്ടേഷൻ പോസിബിൾ അല്ല. സോ ഫ്രീ റൊട്ടേഷൻ ഈസ് പോസിബിൾ വിത്ത് സിഗ്മ ബോണ്ട്, ഫ്രീ റൊട്ടേഷൻ ഈസ് നോട്ട് പോസിബിൾ വിത്ത് പൈ ബോണ്ട്. Then sigma bond can exist alone or with one or two pi bonds. Sigma bondന് ഒറ്റയ്ക്ക് ഫോം ചെയ്യാൻ പറ്റും അല്ലേ. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ മോളിക്യൂൾ, ഇവിടെ ഒരു സിഗ്മ ബോണ്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബട്ട് അതിന് സിഗ്മ ബോണ്ടിന് എലോങ് വിത്ത് പൈ ബോണ്ട്സിൻ്റെ ഒപ്പം ഇതിന് നിൽക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഓക്സിജൻ മോളിക്യൂൾ, ഇവിടെ ഇത് സിഗ്മ ബോണ്ടാണ്, ഇത് പൈ ബോണ്ടാണ്. ഓക്കെ, but pi bond can exist only when sigma bond is already present. അതായത് ഈ രണ്ട് ഓക്സിജൻ്റെ ഇടയിൽ ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്തതിന് ശേഷം മാത്രമാണ് അവിടെ പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ പൈ ബോണ്ടിന് ഒറ്റയ്ക്കൊരു എക്സിസ്റ്റൻസ് ഇല്ല, ഓൺലി സിഗ്മ ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അവിടെ പൈ ബോണ്ട് വരുള്ളൂ. അതിനുള്ള റീസൺ സിഗ്മ ബോണ്ട് വരുമ്പോഴാണ് പിന്നെ ആറ്റംസ് ക്ലോസ് ആയിട്ട് വരുന്നുള്ളൂ. അങ്ങനെ ക്ലോസ് ആയി വരുമ്പോഴാണ് പിന്നെ ഒരു പൈ ബോണ്ടിങ്ങിനുള്ളൊരു പോസിബിലിറ്റി അവിടെ വരുള്ളൂ. ഓക്കെ, then the last one, s orbital can take part in sigma bond formation. s orbitals sigma bond ഫോം ചെയ്യുന്നുണ്ടല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഹൈഡ്രജൻ പഠിച്ചു. അപ്പോൾ രണ്ട് s ഓർബിറ്റൽ കമ്പൈൻ ചെയ്തിട്ടാണ് ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടായത്. ബട്ട് s orbital cannot take part in pi bond. പൈ ബോണ്ടിങ്ങിന് ഒരിക്കലും s ഓർബിറ്റൽസിന് പങ്കെടുക്കാൻ പറ്റില്ല. സോ ദീസ് ആർ ദ ബേസിക് ഡിഫറൻസസ്. സിഗ്മ ബോണ്ട് ഈസ് ഫോംഡ് ബൈ ഹെഡ് ഓൺ ഓവർലാപ്പ്, പൈ ബോണ്ട് ഈസ് ഫോംഡ് ബൈ സൈഡ് വൈസ് ഓവർലാപ്പ്.
Here there is extensive overlapping, so the bond is very strong. Here no extensive overlapping, so pi bond is very weak. Sigma molecular orbitals are symmetrical about the internuclear axis. Pi molecular orbitals are unsymmetrical about internuclear axis. Here we can see only one electron cloud. Here there are two electron clouds. Here the one electron cloud is symmetric about the internuclear axis. Here it is located above and below the plane of the internuclear axis. Here free rotation is possible. Symmetrical ആയതുകൊണ്ട് തന്നെ free rotation is possible. Here if there is pi bond, free rotation is not possible. Sigma bond can exist alone or with pi bonds. Pi bond can exist only with a sigma bond is already present. S orbital can take part in sigma bond formation, but S orbital cannot take part in pi bond formation. ഓക്കെ, അപ്പം നമ്മൾ സിഗ്മ ബോണ്ട്, പൈ ബോണ്ട്, അതിൻ്റെ ക്യാരക്ടേഴ്സ് ഒക്കെ പഠിച്ചു അല്ലേ. സോ ജസ്റ്റ് വി ക്യാൻ ചെക്ക് ദ ഫോർമേഷൻ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ. ഓക്സിജൻ മോളിക്യൂൾ എങ്ങനെയാണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഓക്സിജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. 1s2, 2s2, 2p4 എന്നുള്ളതാണ് അല്ലേ ഓക്സിജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 2p4 പി ഓർബിറ്റൽ 3 എണ്ണം ഉണ്ടെന്ന് നമുക്കറിയാം. px, py, pz. അപ്പോൾ നമുക്ക് ആ 2p4നെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. 2px2, 2py1, 2pz1. സോ എ ടോട്ടൽ ഓഫ് 8 ഇലക്ട്രോൺസ് ആണ് അല്ലേ ഓക്സിജനിൽ മൊത്തം ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇനി നമ്മൾ എപ്പോഴും ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത് വാലൻസ് ഓർബിറ്റൽസ് ആണ്. അപ്പോൾ ഇതാണ് 2p ഓർബിറ്റൽസ് ആണ് വാലൻസ് ഓർബിറ്റൽസ്. അപ്പോൾ നോക്കൂ, നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഈ കാണുന്നത് 2py ആണ്, ഇത് 2pz ആണ്, ഇത് 2px ആണ്. ഇതാണ് ഇൻ്റർന്യൂക്ലിയർ ആക്സിസ് എന്ന് പറയുന്നത്. z ആക്സിസിനെ നമ്മൾ ഇൻ്റർന്യൂക്ലിയർ ആക്സിസ് ആയിട്ട് എടുത്തു. ഇനി നോക്കൂ, ഇതിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, 2pxൽ 2 ഇലക്ട്രോൺ ഉണ്ട്, 2pyൽ 1 ഇലക്ട്രോൺ. അതുപോലെ ഇവിടെ 2pzൽ 1 ഇലക്ട്രോൺ, 2pyൽ 1 ഇലക്ട്രോൺ, 2pxൽ 2 ഇലക്ട്രോൺ. അപ്പോൾ ഇങ്ങനെയുള്ള 2 ഓക്സിജൻ ആറ്റംസ് അടുത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കും? 2pzഉം 2pzഉം തമ്മിൽ ഹെഡ് ഓൺ ഓവർലാപ്പിംഗ് നടന്നു. അപ്പോൾ നമുക്കൊരു സിഗ്മ ബോണ്ട് ഇവിടെ ഫോം ചെയ്തു. അപ്പോൾ ഓ സിഗ്മ ബോണ്ട് അവിടെ ഫോം ചെയ്ത് കഴിഞ്ഞു. സോ സിഗ്മ ബോണ്ട് ഈസ് ഫോംഡ് ബൈ ദി ഓവർലാപ്പിംഗ് ഓഫ് 2pz valence orbital containing 1 electron of one oxygen atom with the 2pz orbital of another oxygen atom containing 1 electron. ഓക്കെ, അപ്പോൾ ഇത് പെയറിങ് നടന്നു കഴിഞ്ഞു വെച്ചാൽ, അതായത് ഓവർലാപ്പിംഗ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർ ഓപ്പോസിറ്റ് സ്പിന്നായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. ഓക്കെ, നൗ അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു ബോണ്ട് ആദ്യം ഫോം ചെയ്യും, സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ആറ്റംസ് അടുത്ത് വരും അല്ലേ, അവർ തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും, ഇങ്ങനെ അടുത്ത് വരും. അടുത്ത് വരുന്ന കേസിലാണ് നോക്കൂ, ഇവിടെ 2pyൽ 1 ഇലക്ട്രോൺ ഉണ്ട്, ഇതിൻ്റെ 2pyലും 1 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ലാറ്ററൽ ഓവർലാപ്പിംഗ് നടക്കും. ലാറ്ററൽ ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്? പൈ ബോണ്ടാണ് അല്ലേ. അപ്പോൾ ഓക്സിജൻ മോളിക്യൂളിൽ ഒരു പൈ ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ ഓക്സിജൻ മോളിക്യൂൾ എഴുതുമ്പോൾ ഫസ്റ്റ് വൺ സിഗ്മ ബോണ്ടാണ്, ഈ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് പൈ ബോണ്ടാണ്. സോ പൈ ബോണ്ട് ഈസ് ബിറ്റ്വീൻ 2py ആൻഡ് 2py ആൻഡ് സിഗ്മ ബോണ്ട് ഈസ് ബിറ്റ്വീൻ 2pz. ഓക്കെ, നമ്മൾ കൺവെൻഷനലി z ആക്സിസിനെയാണ് നമ്മൾ ഇൻ്റർന്യൂക്ലിയർ ആക്സിസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എക്സും വൈയും സെറ്റും അങ്ങനെ എഴുതാം. അപ്പോൾ ഇങ്ങനെ പറയണം എക്സ് ആക്സിസ്, ഇത് എക്സ് ആക്സിസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഇൻ്റർന്യൂക്ലിയർ ആക്സിസ് ടേക്കൺ ആസ് എക്സ് എന്ന് പറഞ്ഞെഴുതണം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ റെപ്രസെൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ അതാണ് ഫോർമേഷൻ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ. ഓക്കെ, അപ്പം നമുക്ക് നൈട്രജൻ മോളിക്യൂൾ അത് നിങ്ങൾ തനിയെ ഒന്ന് എഴുതി നോക്കൂ, അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒരു ഹിൻഡ് തരാം. നൈട്രജൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നത് ആദ്യം ഒരു സിഗ്മ ബോണ്ട് ഉണ്ടായിരിക്കും, പിന്നെ ഒരു പൈ ബോണ്ട്, വീണ്ടും ഒരു പൈ ബോണ്ട്. ഓക്കെ, N ട്രിപ്പിൾ ബോണ്ട് N ആണ്. അപ്പോൾ ഇതൊന്ന് റെപ്രസെൻറ്റ് ചെയ്യും, ഇങ്ങനെ ബോണ്ടൊക്കെ വരച്ചിട്ട് ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കൂ. സോ യു വിൽ ഗെറ്റ് ദ ഐഡിയ ഓഫ് സിഗ്മ ബോണ്ട് ആൻഡ് പൈ ബോണ്ട്. So just we can conclude the whole section, valence bond theory. അതിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ നോക്കിയത് types of overlapping and nature of bonds. Valence bond theory is based on the concept overlapping of atomic orbitals. Depending upon the types of overlapping of atomic orbitals, there are two types of bonds, sigma bond and pi bond. First, sigma bond. Sigma bond is formed by the head-on overlap of atomic orbitals along the internuclear axis.
Here, hence it is also termed as axial or end-to-end overlapping. During sigma bond formation, there occurs extensive overlap. So it is a strong bond. Sigma bond is a strong bond. Here the sigma electron cloud is symmetrical about the internuclear axis. There is only one electron cloud. It is symmetrical about the internuclear axis. Then we learn about different possibilities of sigma bond. First, SS overlap. It involves overlap of half-filled s orbital of one atom with a half-filled s orbital of another atom. That is example formation of hydrogen molecule. 1s orbital of hydrogen atom overlap with the 1s orbital of other hydrogen atom to form HH sigma bond. Here the electron cloud is symmetric about the internuclear axis. Next, sp overlap. It involves overlap of a half-filled s orbital of one atom with a half-filled p orbital of another atom along the internuclear axis. For example, formation of HF, HCl, HBr, etc. In the case of HF, 1s orbital of hydrogen overlap with a 2pz orbital of fluorine. So here also an head-to-head overlapping. Here is the electron cloud which is symmetric about the internuclear axis. The same case is with HCl, HBr, HI, but the 2pz orbital may vary like 3p, 4p, 5p respectively. Then that is sp sp overlapping is over. Next possibility is pp overlap. It involves overlap of half-filled p orbital of two atoms along the internuclear axis. Here we have a 3pz orbital, another 3pz orbital of chlorine atom. They undergo head-to-head overlap to form pp, that is Cl bond. That is, it's a sigma bond, pp sigma bond. Next, pi bond. A pi bond is formed by the sidewise overlapping of atomic orbital or lateral overlapping. Here the atomic orbitals are arranged in such a way that their axes remain parallel to each other and perpendicular to the internuclear axis. And two saucer type charged clouds can be obtained, and that is above and below the plane of participating atoms. Here no extensive overlap, so pi bond is very weak. Here is the pictorial representation. We have a py orbital. Here is another py orbital, and this will undergo a lateral overlapping. So we have two electron cloud, one above the plane and one below the plane. Next, the differences between sigma and pi bond. Sigma bond formed by the head-on overlap, pi bond by sidewise overlap. Here, due to extensive overlapping, very strong. No extensive overlapping, bond is very weak. Sigma molecular orbitals are symmetric about the internuclear axis. Pi molecular orbitals are unsymmetric. Here only one electron cloud, here two electron cloud, that is lying above and below the plane. Here free rotation is possible. Symmetric ആയതുകൊണ്ട് തന്നെ free rotation is possible. Here free rotation is not possible. Sigma bond can exist alone or with pi bonds. Pi bond can exist only when sigma bond is already present. S orbitals can take part in sigma bond formation, but S orbital cannot take part in pi bond formation. Next, we explain the bonding in oxygen molecule and formation of oxygen molecule. Here is the electronic configuration. The valence orbitals are 2p orbitals. So first a sigma bond is formed by the head-on overlapping between 2pz of one oxygen with the 2pz of another oxygen containing unpaired electron. So the sigma bond is formed. Then once the sigma bond is formed, the atoms come closer and there occurs bonding between p orbital, py orbital. That is, the bonding is through sidewise overlapping. That is, a pi bond is formed and we can see an electron cloud above and below the plane. So that is O double bond O formation.